ഷൂ വരണ്ട. എന്താ ഷൂ വരണ്ടാന്ന്? ഷൂ അല്ലെങ്കിൽ ഈ വീടിന്റെ അകം നേരിട്ട് കാണുമ്പോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാൾ സൗകര്യമില്ലേ ചന്ദ്രാപിനി? സൗകര്യം എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എന്താ ഒരു പ്രശ്നം? തുറന്നു പറയൂ. ഇതിനേക്കാളും വലിയ മാളിക വീട്ടിൽ ജീവിച്ച് ശീലിച്ച ആളാണ് ഞാൻ. അത് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? എന്നോട് പറയട്ടെ. അപ്പൊ പിന്നെ ആ പുണ്യം പറയണ്ട. എനിക്ക് മരുന്നുണ്ടാക്കാൻ സൗകര്യമുള്ള ഒരു വീട് വേണം. അതിനിപ്പോ ഇതിലും വലിയ സൗകര്യം വേറെ എവിടെയാ കിട്ടുക? സത്യത്തില് വേണ്ടി വന്ന മരുന്നുകൾ വരെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഈ വീടിന്റെ അറേഞ്ച്മെന്റ്. വിശാലമായ ഹാള്, 2 ബെഡ്റൂം, ബാത്റൂം, ഡൈനിങ് ഹാള്, കിച്ചൺ, സ്റ്റോർ റൂം, ബാത്റൂം അകത്തും പുറത്തും, പിന്നെ കക്കൂസ് അകത്തുണ്ട്, സെപ്പറേറ്റ് പുറത്തുണ്ട്. ഇതിലെവിടെ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കിക്കൂടെ? സോറി, ഇത്രയും അനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു തുക മുടക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് മനുഷ്യനെ പരിചയണ്ടാക്കുന്ന കാശല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വാടക കൂടുതലാണെന്ന് കണക്കാക്കരുത്. എന്റെ പൊസിഷൻ അതാണ്. ഐ ആം വെരി ടൈറ്റ്. യു ആർ റിയലി സ്മാർട്ട്. ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഓക്കെ, ഈ അഡ്വാൻസ് തുക 1000 രൂപ കുറച്ച് തന്നൂറോ? അഡ്വാൻസ് 5000 ഒരു ഔൺസ് കുറച്ചു തരില്ല. പിന്നെ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഒരുമാതിരി കളി കളിച്ച് മാറരുത് കേട്ടോ. നിങ്ങൾക്ക് എന്താ നിങ്ങളെ കയ്യുന്നൊന്നല്ലോ. ഈ കരിങ്കുരകിനെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശല്ലേ? എന്താ പറഞ്ഞേ? ഈ കരിങ്കുരകിനെ പിഴിഞ്ഞിട്ട് കരിങ്കുരകിനെ പറ്റി പറയാൻ നീ ആരടാ? നീ എന്താ വിചാരിച്ചേ? കരിങ്കുരങ്ങ് കാട്ടിൽ ക്യൂ നിൽക്കുക, എന്നെ പിടിച്ചോണ്ട് നിങ്ങൾ ഇറങ്ങി വടക്ക് ഉറങ്ങാ. സാറിന്റെ തന്തക്ക് വിളിച്ചല്ലേ? ഇല്ല, ഞാൻ കരിങ്കുരകിനെ കേട്ടാ. കരിങ്കുരങ്ങിനെ പറ്റി പറയാൻ എന്താ അധികാരം? കരിങ്കുരങ്ങ് എന്താ ഇവന്റെ അമ്മായിയുടെ മോനോ? എനിക്ക് വീടും വേണ്ട, ഒന്നും വേണ്ട, മതി. എനിക്ക് സാറ് പോകരുത്. സാറും കരിങ്കുരങ്ങായിട്ടുള്ള ബന്ധം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കരിങ്കുരങ്ങിനെ കണ്ടിട്ടില്ല. കരിങ്കുരങ്ങിനെ ഞങ്ങളും കണ്ടിട്ടില്ല. അതിനെ കുറിച്ച് നമ്മളെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല കൊരങ്ങേ. ഈ അലച്ചിലും യാത്രയും കാരണം ഞാൻ ഇടയായിട്ട് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ചെറുതായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ശരീരമൊക്കെ നിളക്കണം, എന്നല്ലേ നമ്മുടെ ഈ ചെറുപ്പം നിലനിൽക്കുള്ളൂ. അതെ, നിങ്ങളോടായതുകൊണ്ട് ഒരു സത്യം പറയാം. പുറത്താരോടെങ്കിലും പറയോ? ഇല്ല. ഈ കുഴമ്പ് തേച്ചുള്ള നീന്തലും കുളിയും ആരോഗ്യത്തിന് വളരെ നല്ലതാ. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന കുഴമ്പുണ്ടല്ലോ, അത് തേച്ചിട്ടുള്ള ആ കളി വേണ്ട. ഈ വെള്ളത്തിലുള്ള കണികളും ശരീരത്തിലെ ഓസ്മോസ് നമ്മൾ ചേരുമ്പോ ഓസ്മോസ് മനസ്സിലായില്ല ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായി. ചേട്ടാ, എനിക്ക് മനസ്സിലായില്ല. എന്താ ഈ ഓസ്മോസ്? ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. മാത്രമല്ല, മേലിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാണെങ്കിൽ അടിച്ച് നിന്റെ മൂന്നര ഷെയ്പ്പ് പറ്റാൻ ലേശം വിളിച്ചെന്നെ ഒഴിച്ചില്ല. നിങ്ങളാണോ ഇവിടെ വന്ന പുതിയ താമസക്കാര്? ആ അതെ. എന്താ മരുന്നല്ലോ വേണ? നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ചേ പറ്റുള്ളൂ. ഈ തൈലം ഉണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലും ഒക്കെ ഈ വീടിനകത്ത് പറ്റില്ല. അതിനൊക്കെ വേറെ സ്ഥലം നോക്കിക്കോണം. താനിവിടുത്തെ വാച്ച്മാൻ ആയിരിക്കും അല്ലേ? വാച്ച്മാനോ? ഞങ്ങളെ ക്ലീറ്റസ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വാച്ച്മാന്റെ ഭേദഗതി ഇവിടെ ഇപ്പൊ ആവശ്യമില്ല. ക്ലീറ്റസ് വരട്ടെ, നിങ്ങളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഞാനൊരു തീരുമാനം. അല്ല, ഈ എണ്ണയൊക്കെ തെച്ചിട്ട് എന്താ പരിപാടി? വല്ല കുസ്തി എടുത്തോണ്ടോ? ഞങ്ങളെ നീന്തി കുടിച്ചിട്ട് കാലം കുറെ ആയി. ഉദ്ദേശത്തെ കളയണ്ട. ഒരു 3-4 മാസമായി കാണും. അതെ, നല്ല മനോഹരമായ വെള്ളം. ഈ വെള്ളത്തിൽ കുളിക്കാനോ? അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. നടക്കേ വെള്ളത്തിലാ? അതൊക്കെ ഹടയോഗികള്. ഞാനൊക്കെ സിദ്ധവൈദ്യന്മാരാ. എന്നോട് പോരണി പോരെ? പോരടോടെ പിന്നിലിരുന്ന് പോരെ? വെള്ളത്തിൽ കയറാനേ പറഞ്ഞത്. ഈ വെള്ളത്തിൽ കിടക്കുന്ന ചന്ദ്രാപിന്നെ ഏത് പന്നിയാലും വേണ്ടില്ല. ഇങ്ങനെ പിടിച്ചെറുതായിട്ട് അവൻ നോക്കിക്കണത് ഈ വെള്ളം കലക്കിട്ട കാര്യമുള്ളൂ. വാ, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, നിനക്ക് വട്ടുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ട്. വെറും വട്ടല്ല, മുഴുവട്ട്. താൻ കൊണ്ടുവരുന്ന എല്ലാ അലവലാദികളും കൂടെ ഈ വീടും പരിസരവും കൊളാക്കും. ശരിയാ, കുളമാക്കിയത് വരും. വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നല്ലോ. അയ്യരുടെ 10,000 റുപ്യ തന്നല്ലോ. രാഘവൻ നായർ 4,000 റുപ്യ, ദൈവം വിളിക്കാതെ 3,000 റുപ്യ, ആ കരിങ്കുരങ്ങന്മാർ 6,000 റുപ്യ. ഇതും കൂടി തന്ന 23,000 ആവുമല്ലോ. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? അപ്പൊ പിന്നെ നീ വരുന്നാലെ മേക്കറ്റാണ് നിലകണേ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നീ ഇന്ന് എന്നെ പീരുമേടിലേക്ക് വിട്ടോ. മുരളിയോട് പറഞ്ഞ വാക്ക് തെറ്റിക്കണ്ട. എനിക്ക് ഇവിടുന്ന് പോകാൻ ധൈര്യം വരുന്നില്ല. എടാ മണ്ട, ഈ വീടുകൾ ഇവിടുന്ന് ആരും എടുത്തോണ്ടൊന്നും പോവില്ല. അതിലെനിക്കൊരു ഉറപ്പുമില്ല. നീ പോവേ വരെ എന്ത് വേണേ ചെയ്തോ, നിന്നെ പൈസ നന്നേക്കാം. എന്തായി? പാവ് മൂത്തോ? ഒരു പരിപാടി വരുന്നു. എന്നാ വേഗം പോയി വെട്ടുന്ന എടുത്തിട്ട് പാടെ പോത്തേ. ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ. അല്ലാട്ടോ, ഞാൻ കുറെ നേരത്തെ പറഞ്ഞതാ പോയി നെയ്യ് എടുത്തോണ്ട് വന്നു. അവന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്മാര് തിന്നിങ്ങനെ നെയ് മുറ്റിങ്ങനെ ഇരിക്കല്ലേ.
ഓ കഷ്ടം തന്നെടാ. ഹലോ, ചേട്ടാ, എന്ത്? ആസ്വാദകരുടെ കത്തുകളുടെ കൂട്ടത്തില് ആലപ്പുഴയിൽ നിന്ന് ലളിത എഴുതിയിരിക്കുന്നു. കരിങ്കുരങ്ങ് രസായനത്തിന് കാളയിറച്ചിയുടെ സ്വാദായിരുന്നു. അങ്ങനെ വേർതിരിച്ചറിയാൻ കരിങ്കുരങ്ങിന്റെ ശരിയായിട്ടുള്ള സ്വാദ് അറിയാവുന്ന ഏത് കുരങ്ങനുണ്ടായി നാട്ടിൽ? ദാസ, നിന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആലോചിച്ചു വിഷമിച്ചാ മതി നീ ഇപ്പോ. അല്ലാണ്ട് ചന്ദ്രാപിന്നി ഉണ്ടാക്കുന്ന രസായനത്തിന്റെ കോമ്പിനേഷൻ ആലോചിച്ചിട്ട് നിന്റെ മനസ്സ് പുണ്ണാക്കണ്ട. നിന്നോടും കൂടിയാ ഞാൻ പറഞ്ഞത്, ഒരു കലം ചോറുണ്ണും പിശാശ്. ഓ, ഈ നെയ്യെടുക്കാൻ പോയവനവിടെ പോയി. ആ പന്നിനെ ഇപ്പോഴും നോക്കണ്ട. ഈ പന്നി എന്നുള്ള പേര് ഈ സ്ഥാപനത്തിൽ പറയരുന്ന് പറഞ്ഞിട്ടടാ, കാട്ടു പന്നി. എന്നാ ഞാൻ പോയി നോക്കിട്ട് വേണ്ട, നീ ഇറക്ക്. വിച്ചമ്പരെ, നീ അവിടെ എന്താ എടുക്കണേ? ഞാനിവിടെ ചില പച്ചമരുന്നുകൾ പറിക്കായിരുന്നു. നീ ഇപ്പൊ പറിക്കണ പച്ചമരുന്ന് നമ്മുടെ രസായനത്തിന് വേണ്ടി വരില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കരിങ്കുരങ്ങ് രസായനം മാത്രല്ല ഈ ചന്ദ്രാപിന്നിക്ക് ഉണ്ടാക്കാൻ അറിയാ. ഇനി നീ ഇത് ആവർത്തിച്ച ഒരു വിശംബര രസായനം കൂടി ഉണ്ടാക്കാൻ ഈ ചന്ദ്രാപിന്നി മടിക്കില്ല. അത് ഓർമ്മയിൽ നിന്നോട്ടെ. എന്നൊരു ഈദ്യമീനാക്കരുത് കേട്ടോ. നിന്റെ നാമം വാഴ്ത്തിടുന്നതെത്ര മോദമേ, നിന്റെ വാദം ചേർന്നിരിപ്പതെത്ര ഭാഗ്യമേ. നിന്റെ നാമം വാഴ്ത്തിടുന്നതെത്ര മോദമേ, നിന്റെ വാദം ചേർന്നിരിപ്പതെത്ര ഭാഗ്യമേ. നിന്റെ നാമം വാഴ്ത്തിടുന്നതെത്ര മോദമേ, നിന്റെ വാദം ചേർന്നിരിപ്പതെത്ര ഭാഗ്യമേ. എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ, നിന്റെ വാദം ചേർന്നിരിപ്പതെത്ര ഭാഗ്യമേ. അയ്യോ, இல்ல குமுதம், எப்படி வர முடியும்? ரெக்கார்ட் டான்ஸ் மாதிரி இருக்கே. அவ ரெக்கார்ட் டான்ஸ் ஆடட்டும், நீங்க போங்க. திருச்சோண்டு போயிருக்கீங்க, மரணம் நிச்சயம். இவர் யார் நினைச்சே? பெரிய பேங்க் மேனேஜர் ஆக்கும். എന്നാലും மரணம் நிச்சயம். ஆமா, இவர் பெரிய கடவுள். ஏய். நிச்சயம். நீங்க போங்க. ஆமா. போங்க. ഇത്രയും കാലം നീ അവിടെ കിടന്ന് എന്നാ ചെയ്യായിരുന്നെന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ അവിടെ കിടന്ന് കബഡി കളിക്കായിരുന്നു. അമ്മച്ചി, ഞാൻ അവിടെ തന്നെ നിന്നില്ലേല് അവിടെ ഇളകുന്ന മുതലൊക്കെ കള്ളന്മാര് കൊണ്ടുപോകും. അതിന് വീട് താഴെട്ട് പൂട്ടിയാ പോരെ. ഇപ്പോഴത്തെ കള്ളന്മാർക്ക് പൂട്ടൊക്കെ ഒരു പ്രശ്നമാണോ? എറണാകുളം എന്ന് പറഞ്ഞാൽ പെരും കള്ളന്മാരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുക. നീയും കൂടെ അവിടെ ആയപ്പോഴത്തേക്കഞ്ഞു അല്ലേ? ഇല്ല, അമ്മച്ചിയുടെ ഒരു കുറവും കൂടെ അവിടെ ഉണ്ട്. ദാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എസ്റ്റേറ്റിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. കള്ളന്മാരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. കുറച്ചു ദിവസം ഞാൻ അവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ, നീ എന്നത്തിനാടാ ഞെട്ടുന്നത്? എങ്ങനെ ഞെട്ടാതിരിക്കും? അമ്മച്ചിയുടെ കാര്യം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടാ ജോർജ് കുട്ടിച്ചായൻ പോയിരിക്കുന്നത്. ഈ പീരുമേട്ടിലെ എറണാകുളത്തെയും കാലാവസ്ഥകൾ തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടെന്ന് അമ്മച്ചിക്ക് അറിയോ? വയസ്സുകാലത്ത് അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആര് സമാധാനം പറയും? ജോർജ് കുട്ടിച്ചായനോ മറ്റോ ഇത് അറിഞ്ഞാൽ എന്റെ ജീവൻ പോയാലും ഞാനിത് സമ്മതിക്കില്ല. കാര്യമൊക്കെ ശരി തന്നെ. ഒരു വലിയ പുണ്യം ചെയ്യാൻ വേണ്ടി ഒരിത്തിരി പാപം ചെയ്തു പോയാലും ദൈവം അത് ക്ഷമിക്കും. ജോർജ് കുട്ടിച്ചായൻ ക്ഷമിക്കില്ലല്ലോ. അതിന് അയാൾ അത് അറിഞ്ഞാലല്ലേ. അറിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ശരി, മുരളിയുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിരുന്നു. ഞാൻ കാശ് കൊടുത്തപ്പോഴും അവൻ വലിയ വായി നിലവിളിക്കായിരുന്നു. എത്ര വർഷമായിട്ടുള്ള അടുപ്പാ, അത് തകർന്നു പോയനെ. അപ്പൊ പിന്നെ നിനക്ക് മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, മുരളിയായിട്ടുള്ളതിനേക്കാൾ പഴക്കമുള്ളതാ ജോർജ് കുട്ടിച്ചായനുമായിട്ടുള്ള അടുപ്പം. സ്വപ്നത്തില് ജോർജ് കുട്ടിച്ചായ വന്ന് പറയാ, നീ എന്നോട് ചതി ചെയ്തല്ലോ കേശവൻകുട്ടിന്ന്. നീ എന്തിനാ ആവശ്യമില്ലാത്ത സ്വപ്നം കാണുന്നത്?
ഈ സ്വപ്നമൊക്കെ നമ്മുടെ അറിവോടെയാണോ സംഭവിക്കുന്നത്? എന്നാൽ ഒരു കൺട്രോൾ വേണം. ആ, വരാനുള്ളത് വഴിയിൽ എവിടെയെങ്കിലും തങ്ങിയാ മതിയായിരുന്നു.